നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണെങ്കിൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ? നമുക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. സ്വീഡനിലെ പ്രമുഖരായ ആൾക്കാരാണ്. അപ്പം അവരെയൊക്കെ പരിചയപ്പെടുത്തി പിന്നെ അതോടൊപ്പം തന്നെ ചെറിയ കുക്കിംഗ് കലാപരിപാടികൾ ആയിട്ടുള്ള ഡെയിലി ലൈഫിലെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെയാണ്. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അവരുടെ കൂട്ടത്തില്. കാണിച്ചു ചെക്ക് ആരാന്ന്? റിയോ എന്നാണ് അവന്റെ പേര്. വീട്ടില് പെറ്റ്സിനെ വളർത്താൻ ഒരു ഇഷ്ടവും ഇല്ലാതിരുന്ന ആളാണ്. ഇപ്പൊ കയ്യിലിരിക്കുന്ന നോക്കിയാൽ ഇവൻ വേണം തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് നോക്കാം പെറ്റ്സിനെ സമ്മതിക്കുന്നുണ്ട്. കണ്ടോ, പെറ്റ്സ് വിരോധിയായ ആള് കയ്യിലിട്ട് തല്ലുപിടിക്കൊണ്ടിരിക്കും. രാവിലത്തെ നമ്മളെ കലപരിപാടി എല്ലാം കഴിഞ്ഞു. എന്നൊക്കെ ചോദിക്കൂ. കടലക്കറി ഉണ്ടായിരുന്നു, മട്ടൻ ഗ്രേവി വെച്ചു, പിന്നെ നമ്മുടെ സ്വന്തം അപ്പം, നാട്ടിലെ കള്ളപ്പം പോലത്തെ. എങ്ങനെ കല്ല് പോലെ ഇരിക്കോ? സോഫ്റ്റ് ആയിട്ടിരിക്കോ? കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സോഫ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് പുറത്തുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. ഇന്ന് നല്ല സ്നോ ഉള്ള ദിവസമാണ്. ചെറുതായിട്ട് സ്നോ വീണോണ്ടിരിപ്പുണ്ട്. അവൻ പിടിച്ചോട്ടെ. റിയക്ക് ഇഷ്ടമില്ലെങ്കിൽ അവൻ ചാടിപ്പോളും. ഇഷ്ടപ്പെട്ട ചാടിപ്പിടിക്കാൻ. ഓക്കെ, ഹലോ. ഫുഡ് കഴിച്ചു. ക്യാമറയിലോട്ട് എത്തിരിക്കും. പൂച്ചക്കുട്ടീനെ കിട്ടിയേ. പൂച്ചക്കുട്ടല്ല, പട്ടിക്കുഞ്ഞ്. ആ, പട്ടിക്കുഞ്ഞാണ്, പക്ഷെ പൂച്ചക്കുട്ടിയെ പോലെ കുഞ്ഞതല്ലേ. അവൻ നടക്കണ കാണാം നമുക്ക്. രക്ഷോട്ട് ഓടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എല്ലാ ബെഡ്റൂമിലേക്കും എല്ലാ സ്ഥലത്തേക്കും പോയി. എടുത്തേ ഓ ആവില്ല കേട്ടോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേടിക്കില്ല. രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം വാഷ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴേക്കും ഉച്ചത്തേക്കുള്ള പരിപാടി വീണ്ടും നമ്മൾ ആരംഭിക്കുന്നു. നമ്മളാണെങ്കിൽ അവരെയും കൊണ്ടൊന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ക്യാരവാൻ എടുത്തു. ആക്ച്വലി നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് സ്വീഡനിൽ ജോലി ചെയ്യുന്ന IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ഷെഫാണ്. അങ്ങനെയുള്ള വീഡിയോസാണ് അവർ ചെയ്യുന്നത്. അപ്പം അവർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്യാരവാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവരെയും കൊണ്ട് തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് പോവാണ്. അതിൻ്റെ അടുത്ത് ജോണിക്കുട്ടിയുണ്ട്. അല്ലേ ജോണിക്കുട്ടി? അപ്പോൾ അവരിപ്പോൾ തന്നെ അവർ റെഡി ആയിട്ട് വണ്ടിയിലേക്ക് വരും. വെൽക്കം വെൽക്കം. താങ്ക് യു. അതായത് നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഗസ്റ്റ് വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് നന്നായിട്ട് കുക്കിംഗ് അറിയാമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ സാധാരണഗതിയിൽ ഭയങ്കര ഒരു മടിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതുപോലെ അങ്ങ് കൊടുക്കുക. അപ്പൊ അവരുണ്ടായിക്കോളൂ അല്ലേ? അതെ, ഇത് നേരെ ഞാനും അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അവര് കണ്ട് ചെയ്യുന്ന പഠിക്കുന്നത് കുറച്ച് കുറവാണ് ഇതിനും. അല്ലേ, കഴിഞ്ഞു. അങ്ങനെ നമ്മളാണെങ്കിൽ സാൽമൺ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ പന്നി പുറത്ത് വെച്ച് അല്ലേ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈബ് സൃഷ്ടിക്കാൻ വേണ്ടി പോകാം. അതായത് അതിന് ശേഷം നമ്മൾ ഇതെല്ലാം എത്ര ചെയ്തു? എല്ലിംഗ് കപ്പയും നമ്മുടെ ഗസ്റ്റ് ആണ്.
പ്രമുഖ ഷെഫും സ്റ്റോക്ക്ഹോമിലെ ഷെഫാണ്. അപ്പം തുടരെ വന്നതാണ്. അപ്പം ഇത് നമ്മൾ പുറത്ത് നിങ്ങൾ അകത്ത് വെച്ചുണ്ടാക്കുമ്പോഴേക്കും ഞങ്ങൾ ഇത് പുറത്ത് പോയിട്ട് ഉണ്ടാക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കുരുമുളക് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. അപ്പം നമ്മൾ നേരെ മഞ്ഞൊക്കെ മാറ്റി കുക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ശരിക്കും ഇന്ന് -8 ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ പന്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ അത്യാവശ്യം വിറകൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ചെറുതായിട്ട് സ്നോ വീഴുന്നുണ്ട്. കണ്ടോ, -8 നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഓൾറെഡി കുറച്ച് സ്നോ ഇരിപ്പുണ്ട്. പക്ഷെ അതൊക്കെ മെൽറ്റായി പോയിക്കോളും. കാരണം ഇവിടുത്തെ വിറക് നല്ല പെട്ടെന്ന് കത്തിക്കോളും. നമ്മുടെ ഉരുളി നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. തീ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ചെറിയ കാറ്റുണ്ട്. ആ, ഓക്സിജൻ. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പന്നി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പന്നിക്കകത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് മുളകുപൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കറുകപ്പട്ട, ഗ്രാമ്പു, പിന്നെ പച്ചക്കുരുമുളക് ഇടിച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പന്നീനെ ഉരുളിക്കകത്താക്കി മൂടി വെച്ചിട്ടുണ്ട്. തീ നന്നായിട്ട് ആവുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് വെന്ത് റെഡി ആവുന്നുണ്ടോ? ആവി നന്നായിട്ട് പൊങ്ങുന്നുണ്ട്. സാധനം തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പന്നി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കറുത്ത് വരുന്നുണ്ട്. അതൊക്കെ പ്രതീക്ഷയായിരുന്നു. ഇത്ര പ്രതീക്ഷയായിരുന്നു. അങ്ങനെയാവുമെന്ന് ഉദ്ദേശിച്ചില്ലല്ലോ. വലിയ ആധികാരികമായിട്ട് പറഞ്ഞാണ്. ഞാൻ കുറച്ചു നേരമായിട്ട് വലിയ ആധികാരികമായിട്ട് ഭയങ്കര സംസാരമാണ്. ഇല്ല, അത് എടുക്കാൻ പറ്റിയില്ല. അല്ല ആധികാരികമായിട്ട് ആണ്. ചിക്കുവാണെങ്കിൽ ഏഷ്യാഡ് ഉണ്ടാക്കുവാണ്. കപ്പ ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്നു. തേങ്ങ വറുത്തോണ്ടിരിക്കുന്നു. എല്ല് വേവിച്ച് വെച്ചിട്ടുണ്ട്. വൈബിച്ചിട്ട് പറഞ്ഞാലും പിള്ളേര് ഒളിക്കുന്ന വീഡിയോ എടുത്തോമേ. സൂപ്പർ. ഞാൻ ഉണ്ടാക്കൊണ്ട് പറയില്ല, ഭയങ്കര ടേസ്റ്റ്. മറ്റവരുടെ ഒന്നും മുഖം കാണിക്കണ്ട, എക്സ്പ്രഷൻ ഉണ്ടാവില്ല. അല്ലല്ല, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കഴിക്കുക. അടിപൊളി. അങ്ങനെ സ്വീഡനിൽ നിന്ന് വന്നവര് യാത്രയാവുകയാണ്. പാട്ടൊക്കെ പയ്യെ മതി. പോകുന്ന വഴിക്ക് ഫൈനൊക്കെ കിട്ടി. ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോ ഒന്നും കൂടെ വാങ്ങരുത്. ആ, കാണും എന്തായാലും ഇതിനകത്ത് ഇത് കാണുമല്ലോ, നേരത്തെ കാണുമല്ലോ. ചിക്കൻ അവനോട് വിട്ടിട്ട് പോകാനാണെന്ന്. അവരോട് നോക്കി നിൽക്കുവാണേ. അവനെ നിങ്ങളെ കൊണ്ടുപോകുന്നില്ലയോ എന്നൊരു സംശയം. എന്നെ കൊണ്ടിട്ടിട്ട് പോകുന്നു. നോക്കാവേ, അവൻ ചാടി വരുമോ നോക്കാവേ. നിങ്ങൾ ഇറങ്ങണ കാണുമ്പോ അവര് പോയി. ചെറുതായിട്ടൊന്ന് കുടിക്കുന്നുണ്ട്, പയ്യൊന്ന് വിറക്കണുണ്ട്, കാലൊക്കെ ഒന്ന് വിറക്കണുണ്ട്. അവന്റെ പോവാണോ?
വരുന്നില്ല, അവനോട് നിൽക്കുക. നോക്കാവേ നമുക്ക്. കൈ രണ്ടും ഇപ്പൊ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, താഴേക്ക് നോക്കുന്നത് വരയ്ക്കുന്നുണ്ട്. ഇറങ്ങുവന്ന് കാണുമ്പോഴേ. ഓക്കെ, ഹൈ ഡോ, ഹൈ ബൈ ബൈ ബൈ. അതെ, വറക്കണു. ശരിക്കും ഇങ്ങനെ കിടുകിടുന്ന് വരക്കണു. എന്നിട്ട് ഇങ്ങനെ കുതിക്കാൻ മതി. എവിടെയായിരുന്നു? കാണാം. അങ്ങനെ വന്നവര് പോയി.